വട്ടിയൂർക്കാവിൽ BJP പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു BJP പ്രവർത്തകന്റെ ഭാര്യയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയിരിക്കുന്നു. ഭക്തിഗാനം പാടിയതിന്റെ പേരിൽ ആക്രമണം നടത്തുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന യുവാക്കളെ ആക്രമിക്കുന്നു. BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ പോലും വലിയ ആക്രമണമാണ് അവിടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയട്ടെ പ്രിയൻ, ഇതൊക്കെ ഇവരുടെ ടെൻഷനാണ്. കാരണം ഇലക്ഷൻ്റെ റിസൾട്ട് വരാറായി. നമ്മുടെ പ്രശാന്ത് ബ്രോ തലങ്ങും വിലങ്ങും ആക്രമണം അഴിച്ചു വിട്ടിരിക്കുക ഞാൻ എന്നാ പറയുന്നത്. നമ്മൾ കൊണ്ട് കേസ്, അതായത് BJP പ്രവർത്തക യുവതി കൊണ്ട് കേസ് കൊടുക്കണു. അതിന് കേസ് വരുന്നതും BJP പ്രവർത്തകർക്ക് എതിരെയാണ്. പക്ഷെ ഇന്നലെ രാത്രി ഒരു വലിയ ഒരു വട്ടിയൂർക്കാവിൽ പോലീസ് സ്റ്റേഷന് മുമ്പ് BJP ഒരു പിക്കറ്റിംഗ് പോലെ, അതായത് ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. എത്ര വനിതകളാണ് ആ രാത്രി പോലും അവിടെ ഉണ്ടായിരുന്നതെന്ന് കാണിക്കുന്നത്. ഇനി ഇവരുടെ ഇങ്ങനത്തെ ഉള്ള പേടിപ്പിക്കലുകൾക്ക് മുമ്പിലൊന്നും നമ്മൾ പിന്മാറാൻ പോകുന്നില്ല. ഈ ബ്രോ കുട്ടികൾ പാട്ടുപാടിയാൽ കുറ്റം, കുട്ടികൾ TV നോക്കിയാൽ കുറ്റം, കുട്ടികൾ മൊബൈലിൽ കളിച്ചാൽ കുറ്റം, എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ BJP അനുഭവികളെയും അവരുടെ കുട്ടികളെയും അവരുടെ കുടുംബക്കാരെയൊക്കെ ഇദ്ദേഹം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ടെൻഷനായി റിസൾട്ട് വരുമ്പോൾ അദ്ദേഹം ജയിക്കാൻ ചാൻസ് ഇല്ല എന്നുറപ്പാക്കിയപ്പോൾ പോകുന്നതിന് മുമ്പ്, അതായത് കരുതൽ ഗവൺമെൻറ്റായി പിണറായി നിൽക്കുന്ന സമയത്ത് തന്നാൽ കഴിയുന്നത് പോലെ മറ്റ് പാർട്ടിക്കാരെ ദ്രോഹിച്ചിട്ട് പടിയിറങ്ങാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രശാന്ത് ബ്രോ വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ പറയുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമാണെന്ന്. എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഇതിലായിരിക്കും ഇദ്ദേഹം മുണ്ടുപൊക്കി കാണിച്ചത്. അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അത് സ്ത്രീയുടെ മാന്യതയ്ക്ക് നേരെ നടത്തിയ കടന്നാക്രമണത്തിൽ എന്തിന് പ്രശാന്ത് ബ്രോ ഇടപെടണം? പോലീസ് ഇങ്ങനെയാണ് ഇടപെടേണ്ടത്. രണ്ടുപേരെയും വിളിച്ചു വരുത്തി അവരുടെ മൊഴി എടുത്തതിന് ശേഷം FIR രേഖപ്പെടുത്തി എന്താണെന്നുള്ള നടപടിയിലേക്ക് പോകേണ്ടതിന് പകരം ആക്രമങ്ങൾ അഴിച്ചുവിടുന്നവരെ സഹായിക്കുന്ന കുടപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്നിട്ട് BJP പ്രവർത്തകർ അവിടെ ഇരിക്കുമ്പോൾ അവരെ നോക്കി അവർക്കെതിരെ ലാത്തി ചാർജ് നടത്തുക വരെ ചെയ്യുന്നുണ്ട് ഇല്ലേ? എന്നിട്ട് പറയുന്ന പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു, പ്രവർത്തകർക്ക് പരിക്കേറ്റത് ഇവരാരും കണ്ടില്ലേ? നിയമം സംരക്ഷിക്കാനായിട്ടാണ് പോലീസുകാർ വന്നെങ്കിൽ തീർച്ചയായും BJP പ്രവർത്തകരിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ഉണ്ടാവുകയില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: നിയമം പാലിക്കാൻ വരുന്ന പോലീസുകാരാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, പക്ഷേ പോലീസ് വേഷത്തിനുള്ളിൽ പിണറായിയുടെ ആളുകളാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ ആ നിയമം പരിരക്ഷിക്കേണ്ട ആളുകളുടെ ഉള്ളിൽ പിണറായിയുടെ ബ്രോയുടെ ആളുകളായതുകൊണ്ടായിരിക്കാം അല്ലേ ഇങ്ങനെ രാത്രി അവിടെ പോയി പിക്കറ്റിംഗ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള ആക്രമാവസ്ഥ ഇനി കേരളം മുഴുവൻ നമുക്ക് 4-ാം തീയതിക്കുള്ളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ CPIയുടെ റിസൾട്ട് പുറത്തുനിന്ന് 10 പേരെ ജയിക്കുന്നുള്ളൂ. CPMൻ്റെ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ 49-നും 59-നും ഇടയെന്നുള്ളതൊക്കെ ഗോവിന്ദൻ മാസ്റ്റർ വന്ന് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല, സെക്രട്ടറി അല്ലേ, 90 എന്നൊക്കെ പറഞ്ഞു. ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഇവർ തോക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലത്തെ അരാജകാവസ്ഥ അവർ തുറന്നു വിടും. കാരണം റിസൾട്ട് വരുമ്പോഴേക്കും അടിച്ചൊതുക്കിയിട്ടുണ്ടാവണം. വേറെ ഞങ്ങൾക്കൊരു ആഹ്ലാദ പ്രകടനത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് BJP പ്രവർത്തകരെ അടിച്ചൊതുക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതവിടെ വോട്ട് ഭയങ്കരമായിട്ട് CPMൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. ആ വാക്ക് എനിക്ക് ഇഷ്ടമല്ല. എന്തെന്ന് ചോർന്നു പോകുന്നേ? ഇവിടെയുള്ള ജനങ്ങൾ പഠിപ്പുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, രാഷ്ട്രീയമായ പരിജ്ഞാനമുള്ളവരാണ്. അവർക്ക് ആരെങ്കിലും മതിയെന്ന് തോന്നിയിട്ട് വോട്ട് ചെയ്യുന്നത് എങ്ങനെ ചോർന്നു പോകുന്നതാവുന്നത്? അതെ, അതിനകത്തൊരു കൃത്യമായിട്ടുള്ള കാര്യമുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമല്ലോ. CPM വട്ടിയൂർക്കാവിൽ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആൾക്കാർക്കിടയിൽ വേലി കെട്ടും, അവരെ വരിഞ്ഞു കെട്ടി വെക്കും, ഭീഷണിപ്പെടുത്തും. അപ്പൊ അതിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതൊരു ചോർച്ചയാണ്. അല്ല, ചോർച്ച എന്നല്ല ഞാൻ പറയുന്നത്. ഇതിലൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്തൊക്കെ പ്രിയൻ പറഞ്ഞാലും ഞാൻ വോട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാലും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ കരുതും. പക്ഷേ അതിലും ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയത്തൊക്കെ പറയുന്നത് പല ആൾക്കാരും, അതായത് ന്യൂട്രലായിട്ട് നിൽക്കുന്ന പല ഓഫീസേഴ്സ്മാർക്കും പോളിംഗ് ഓഫീസേഴ്സായിട്ട് ഇവർ കൊടുക്കില്ല. ഇവരുടെ സംഘടനകളിൽപ്പെട്ട ആളുകളെ മാത്രം തിരഞ്ഞെടുത്ത് പിടിച്ച് പോളിംഗ് ഓഫീസേഴ്സായിട്ട് ഒക്കെ വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൃത്രിമം കാണിക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്.
പല വോട്ടിംഗ് സ്റ്റേഷനുകളുടെ ഉള്ളിലും എത്രയോ മണിക്കൂറുകൾ ജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്ന കാരണം അത് സ്ലോ ആക്കി വെച്ചിട്ടുണ്ടാ, മടുത്ത് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ 6, 7, 8 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ആ വോട്ടുകൾ CPM അല്ലെങ്കിൽ LDF എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവരിങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ട് അവിടങ്ങളിലെ മെഷീനുകൾക്ക് മാത്രം പ്രശ്നം? എറണാകുളത്ത് ഞാൻ പോയ സ്ഥലത്തൊക്കെ ക്യൂ ഇല്ല, പെട്ടെന്ന് ചെയ്ത് പോവുകയാണ് എല്ലാ സ്ഥലത്തേക്കും മെഷീനുകൾ വരുന്നത്. ഇപ്പോൾ ഇതിന് നമുക്ക് BJP സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. അപ്പോൾ ഈ മെഷീനുകൾ, നല്ല മെഷീനുകൾ നോക്കി ഇവർക്ക് ഓക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുക. നല്ല മെഷീനിലെല്ലാം ഒരേപോലത്തെ മെഷീൻ തന്നെ വേണമെങ്കിൽ. അപ്പം മെഷീനുകളൊക്കെ ഒരേപോലെയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തോ അതിൽ തരികട കാണിച്ച് വെച്ചിരിക്കുകയല്ലേ. കൂടുതൽ സമയം എടുക്കാനായിട്ട് നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്ലിപ്പ് വരുമല്ലോ, അത് നമ്മൾ നോക്കിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ആ സ്ലിപ്പ് വരാൻ കൂടുതൽ സമയം എടുക്കുന്നു. ആ സ്ലിപ്പുകൾ വിസിബിൾ അല്ല. ഇത്തവണ പല സ്ഥലത്തും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായത്, ഒരു 2020 തന്നെ പറയാം, ചക്കച്ചിഹ്നം വന്നിട്ടുണ്ടല്ലോ, അത് അത്രയ്ക്ക് വിസിബിൾ ആയിരുന്നില്ല, തെളിച്ചമില്ലാതിരുന്നു. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഇവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇവർ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ പ്രിയൻ പറഞ്ഞ പോലെ ചോർച്ച ഉണ്ടാക്കാനായിട്ട്, അതായത് അവർ തീരുമാനിച്ചിടത്തില്ല ചോർച്ച, ഞങ്ങൾക്ക് ഇങ്ങനെ മതി, ഇത്രയും വോട്ടുകൾ ഇവിടെ കയറിയാൽ മതിയെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചിട്ട് വന്നു. പക്ഷേ ജനങ്ങളും തീരുമാനിച്ചുറപ്പിച്ചിട്ട് വന്നു. എത്ര പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിച്ചിട്ടേ ഞങ്ങൾ ഈ ബൂത്തിൽ നിന്ന് പുറത്ത് കടക്കുകയുള്ളൂ. ഒരു വെള്ളം പോലും അവിടെ കൊടുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 മണിക്കും 2 മണിക്കും നട്ടുച്ച വെയിലത്ത് വന്ന് നിൽക്കുന്ന ആളുകൾക്ക് 6 മണി കഴിഞ്ഞ എന്തെങ്കിലും ഒരു വെള്ളം, പച്ചവെള്ളമെങ്കിലും കൊടുക്കണ്ടേ? അതുപോലും ചെയ്യാതെ ക്രൂരത. അത് CPMകാർക്ക് മാത്രമേ പറ്റുള്ളൂ പ്രിയൻ. ഇത്രമാത്രം ക്രൂരമായൊരവസ്ഥ. ഞാൻ ഈ സെൻട്രൽ യൂറോപ്പിൽ പോയപ്പോൾ ഹിറ്റ്ലറുടെ കൊണ്ട് അനുഭവിച്ച പല ആൾക്കാരും കണ്ടു. പക്ഷെ അവർ പറയുന്നു അവരെ 1% കരുണയുള്ളവരെ, 1% അല്ലെങ്കിൽ 0.1%. അതിനുശേഷം വന്ന കമ്മ്യൂണിസ്റ്റ്, റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് അധികാരികൾ അതിനേക്കാട്ടിലും 100 അല്ല 101, 110% ക്രൂരതയാണ് ഞങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൾക്കാരല്ലേ, അതിൻ്റെ പിന്തുടർച്ച അവകാശത്തിലുള്ള ആൾക്കാരല്ലേ ഈ ഭരിക്കുന്നതും. ഇത്രമാത്രം ക്രൂരത കാണിച്ചിട്ടും ജനങ്ങൾ അവിടെ നിന്ന് വോട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഫിസിക്കൽ, അത് മെൻ്റലും ഫിസിക്കലാണെന്ന് പറയാൻ നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ കിട്ടിയ ദുരിതം എന്ന് പറയാം. കാത്തു നിൽക്കണം, ഇരിക്കാൻ പോലും അവിടെ ഒരു സൗകര്യം ഇല്ലല്ലോ. ഇത്രയും ക്യൂ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മുറ്റത്തിരിക്കാൻ പറ്റുമോ? അവിടെ താഴെയും ഇതിൽ നിന്നുള്ള ചൂടാണ്, ഭൂമിയിൽ നിന്നുള്ള ചൂടാണ്, മുകളിൽ നിന്ന് ചൂടുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല, അത്രയും ക്രൂരത. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഫിസിക്കലായിട്ട് അടിച്ചൊതുക്കുക, എതിരാളികളെ അടിച്ചൊതുക്കുക. അതിന് എല്ലാ സപ്പോർട്ടും നമ്മളുടെ പോലീസ് സേനയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ അറിയിച്ചിട്ട് വരുന്നുണ്ട്. ഈ മീഡിയ മുഴുവൻ മാപ്ര എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, നമ്മൾ രണ്ടുപേരും മാധ്യമപ്രവർത്തകരാണ്. മാപ്രകളെന്ന് പറയണ അവരൊക്കെ എന്തോ ഉഷാറാണ്, എന്തോ ഉഷാറായിട്ട് നിന്നിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. എന്നാൽ ആ സ്ത്രീ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു മാപ്രയെ പോലും നമ്മളവിടെ കണ്ടിട്ടുണ്ടോ പ്രിയൻ? എന്താണ് ഇവർക്ക് പറ്റിയെന്ന് ഇവരോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ കംപ്ലൈൻറ്റിന് വന്നു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ടൊരു സത്യസന്ധമായ റിപ്പോർട്ടിംഗ് അവർ നടത്തിയിട്ടുണ്ടോ? പക്ഷേ അതിനെ തുടർന്നുണ്ടായ ദുരിതങ്ങൾ പകർത്തുവാൻ വേണ്ടി ഇടിയായിരുന്നു, മാപ്രകൾ തമ്മിൽ ഇടി. വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം ഈ മണ്ഡലങ്ങൾ 3, അതായത് ആദ്യം വട്ടിയൂർക്കാവല്ല നേമത്താണ് തുടങ്ങിയത്. നേമത്ത് എന്ത് ചെയ്തു? വോട്ടിന് പൈസ കൊടുത്തു എന്ന് ശിവൻകുട്ടി പറഞ്ഞു. അപ്പൂപ്പൻ പറഞ്ഞു പൈസ കൊടുത്തു, പിച്ചും പേയും പറയാന്ന് വിചാരിക്കൂ. പൈസ കൊടുത്തു, അങ്ങനെയല്ല, ഗൂഗിളിൽ കൂടെ ഗൂഗിൾ പേ കൊടുത്തു, അതോട് തെളിവില്ലാതെ. ഗൂഗിളിനല്ലേ ഏറ്റവും കൂടുതൽ. അവിടെ നിന്ന് ഇപ്പോൾ എന്താണ് ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ ഇലക്ഷൻ നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ഇതായിട്ടുള്ള കാര്യമാണ് പൈസ കൊടുക്കുക. അവിടെ പോലും 3000, 5000 മാക്സിമം എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് വരുന്നത്. 2000 ഒക്കെ ഇപ്പൊ കേട്ടത് 3000, 5000 കുറച്ച് കൂടിയല്ലോ, 5 വർഷം കൂടിയല്ലോ കഴിഞ്ഞല്ലോ. അപ്പൊ ഇവിടെ 15000, 20000 എന്നൊക്കെയാണ് ഈ അപ്പൂപ്പിന് ഞാൻ നേമത്തെ വോട്ടറാണ്. എന്നിട്ട് അടുത്ത BJPക്കാരെ മൊത്തം എനിക്ക് അറിയാവുന്നതാ. എന്നിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയില്ല ഒരു പൈസ. ഞാൻ ഇവിടുന്ന് ലീവ് എടുത്ത് ട്രെയിനിൽ കയറി പോയതാ. കാരണം എനിക്ക് അപ്പൂപ്പിന് അറിയാമായിരിക്കും പ്രിയൻ എന്തായാലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ലാന്ന് അറിയായിരിക്കും. ചാഞ്ചാടി നിൽക്കുന്ന ആളല്ലല്ലോ, പക്ക BJP അനുഭാവിയാണല്ലോ. അവിടുത്തെ BJPക്കാർക്ക് ഞാൻ അവിടെ ചെന്ന് വോട്ട് ചെയ്തതിന് അങ്ങോട്ട് വേണമെങ്കിൽ കാശ് കൊടുക്കാൻ, അങ്ങോട്ട് കൊടുക്കും. കാരണം അടുത്ത BJPക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള പൈസ ഇറക്കിയാണ് അവരവിടെ പ്രവർത്തനം നടത്തുന്നത്.
അവർക്ക് ഈ ഫണ്ട് ചെയ്യാനും കോടിക്കണക്കിന് രൂപ ശിവൻകുട്ടിക്ക് മാഫിയ ഇറങ്ങി കൊടുക്കുന്ന പോലെ ഇല്ല ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ അവര് പ്രവർത്തിക്കുന്നത് വൈകുന്നേരം പോകുമ്പോൾ അവർക്ക് പൈസ കൊടുക്കും, ഭക്ഷണത്തിനുള്ള അന്നത്തെ വൈകുന്നേരത്തേക്കുള്ള ബിരിയാണി. ബി ജെ പിക്കാർ അവിടെ സ്വന്തം പൈസക്കാണ് പ്രവർത്തിക്കുന്നത്, സ്വന്തം ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് അല്ലെങ്കിൽ ജോലി സമയം കഴിഞ്ഞു വന്നാണ് പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തകർ. അങ്ങനെ തന്നെയാണ്, അതാണ് നമ്മൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നത് രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് സ്വന്തം നിർമ്മിതിക്കും സ്വന്തം വയറിന്റെ വേണ്ടിയിട്ടല്ല അവര് പ്രവർത്തിക്കുന്നത്. ഈ നിയമത്ത് പറഞ്ഞല്ലോ, നിയമത്തിലെ ശിവൻകുട്ടി അപ്പൂപ്പന് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കേസ് കൊടുത്ത് ഒതുക്കാവുന്നില്ല. കാരണം ഇദ്ദേഹം പബ്ലിക്കായിട്ടാണ് പല സ്ഥലത്തും വന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയാമോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമാണെന്ന് കരുതി എത്രയോ പേര് കാത്തിരുന്നു. ഇത് നമുക്കിപ്പോൾ വരും, നമുക്ക് വരും, ഇപ്പോൾ അടുത്ത വീട്ടുകാർക്ക് കിട്ടിയോ എന്നൊക്കെ വിചാരിച്ച്. കോവിഡിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി സെൻട്രൽ മിനിസ്റ്ററിൽ നിന്ന് എല്ലാ സ്ത്രീകൾക്കും 500 രൂപ സീറോ ബാലൻസ് അക്കൗണ്ടുള്ള എല്ലാവർക്കും വന്നിരുന്നു. അതുപോലെയൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. 500 രൂപ എന്ന് പറഞ്ഞാൽ പിന്നെയുണ്ട് 20,000 രൂപ 15,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഇത്രയ്ക്ക് എന്താ പറയുന്നത്, മൈൻഡിൻ്റെ ഇത് പോയോ? ബുദ്ധി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടോ? അദ്ദേഹത്തിൻ്റെ കിളി പോയോ? പിന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ പ്രിയ, 0ന് വിലയില്ല എന്ന്. അപ്പോൾ 20,000 എന്ന് പറയുമ്പോൾ 2 ശരിക്കും അർത്ഥത്തിലേ ഉള്ളൂ. 0ന് വിലയില്ല എന്നുള്ളൊരു 15, 14 എന്ന് പറയുമ്പോൾ 1. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ പ്രവർത്തകർക്കെതിരെ ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുവാൻ നമ്മുടെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിക്ക് ചെയ്യേണ്ട കാര്യമല്ലേ? അദ്ദേഹം അത് ചെയ്തില്ല എന്ന് തന്നെ അദ്ദേഹം ആ പദവിക്ക് യാതൊരു മാന്യതയും കൊടുക്കുന്നില്ല എന്നതിന് തെളിവാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരാൾക്കെങ്കിലും കിട്ടിയതായിട്ട് സോഴ്സ് സഹിതം അദ്ദേഹം പറഞ്ഞ ഗൂഗിൾ പേ ആണ് കാണിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതാണ് ഇല്ല, വെറും നുണ, പച്ച നുണയാണ്. ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു നുണയനാണ്. അത് മറ്റൊരു കാര്യം. അത് നിയമത്തിന്റെ കാര്യത്തിൽ. ഇനി തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ, തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യത്തിൽ റഹീം പറഞ്ഞു, ഇത് ഡബിൾ എ റഹീം പറയുകയാണ് അവിടെയും പണം ഒഴുകിയെന്ന്. അതായത് ഞാൻ വിചാരിച്ച നിയമത്തെ മാത്രമേ അവിടെ ബി ജെ പി ജയിക്കുകയുള്ളൂ എന്ന് ഞാൻ സംശയിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ റഹീം വന്നിട്ട് പറയാം തിരുവനന്തപുരത്തും പണം ഒഴുകിയെന്ന്. അപ്പൊ എനിക്ക് ഉറപ്പായി തിരുവനന്തപുരം ജയിക്കുന്നു. ഇപ്പോ വട്ടിയൂർക്കാവിലെ അക്രമങ്ങൾ നടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വട്ടിയൂർക്കാവും ബി ജെ പി ജയിക്കും. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അതാ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് കൈപ്പറ്റും. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് 7 മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വലിയ വിജയ സാധ്യതയുണ്ട്. അത് ഏറ്റവും എനിക്ക് പ്രതീക്ഷയുള്ളതിലും മറ്റൊരു, അതായത് റൂറൽ ഏരിയയിൽ ഏറ്റവും പ്രതീക്ഷയുള്ളത് യുവരാജ് ഗോകുലിന്റെ മണ്ഡലമാണ്, നെടുമങ്ങാട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലം സുധീർജിയുടെ, പിന്നെ ജനറൽ സെക്രട്ടറി, പിന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, ഇങ്ങനെ ഇത്രയും മണ്ഡലങ്ങൾ ഉറപ്പായിട്ടും. ആറ്റിങ്ങൽ കാട്ടാക്കട പി കെ കൃഷ്ണദാസ്, അത് വലിയ സാധ്യത. അങ്ങനെ ഈ പറയുന്ന ഇത്രയും മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊക്കെ വിറളി പൂണ്ട് നടക്കുകയാണ് ഈ പറയുന്ന CPM-കാരെന്നുള്ള. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ശരിക്കും തല്ലിച്ചതയ്ക്കാണ്. അവര് തന്നെ തല്ലിച്ചതച്ചിട്ട് പിന്നെ പോലീസിന് മുമ്പിലേക്ക് വിട്ടുകൊടുക്കാണ്, ജീവച്ഛവങ്ങളാക്കിയിട്ട് പോലീസിന്റെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തിട്ട് പോലീസ് അതിന്റെ ഓണേഴ്സ് എടുക്കാണ്, ഞങ്ങളാണ് ലാത്തി ചാർജിൽ പരിക്കേൽപ്പിച്ചത്. എന്ത് കഷ്ടമായ കാര്യമല്ലേ? ഒരു എന്താണ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്രയധികം പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. എന്തായാലും കഴിയുമല്ലോ, ഇനി 4-ാം തീയതി വരെ സഹിച്ചാൽ മതിയല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.